തുടർച്ചയായി പക്ഷിപ്പനി ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇവിടുത്തെ വില്ലൻ. രോഗബാധിത മേഖലകളിലെ വളർത്തുപക്ഷികൾക്ക് ഏർപ്പെടുത്തുന്ന ദീർഘകാല നിരോധനം സവിശേഷ ഇനം താറാവുകളുടെ ഉൽപ്പാദനത്തെ ബാധിച്ചേക്കും. വിദഗ്ധ സമിതി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ 2025 മാർച്ച് വരെ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴ ജില്ലയിൽ പൂർണ്ണമായും, കോട്ടയം, പത്തനംതിട്ട ജില്ലകളുടെ ചില ഭാഗങ്ങളിലും കോഴി, താറാവ്, കാട, അലങ്കാര പക്ഷി ഉൾപ്പെടെയുള്ള വളർത്തുപക്ഷികളെ നിരോധിക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. ഇത്തവണ വൻതോതിൽ വളർത്തുപക്ഷികളുടെ നാശത്തിനിടയാക്കിയ പക്ഷിപ്പനിക്ക് കാരണം അമേരിക്കയിലും യൂറോപ്പിലും കണ്ടെത്തിയ വൈറസിന്റെ അതേ വകഭേദമാണ്. പക്ഷിപ്പനി വൈറസിന്റെ ശക്തി കുറയുന്നതുവരെ പക്ഷി വളർത്തൽ നിരോധനം വേണ്ടിവരുമെന്നാണ് നിഗമനം. 32 സ്പോട്ടുകൾ വളരെ നിർണായകമാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ താറാവ് കൃഷി ചെയ്യുന്ന കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിൽ ഉൾപ്പെടെ ഈ നിർദ്ദേശം പ്രാവർത്തികമായാൽ സവിശേഷ ഇനം താറാവുകളുടെ ദൗർലഭ്യതയ്ക്കിടയാകും. 8 മാസത്തേക്ക് ഉൽപാദനവും വിൽപ്പനയും നിരോധിക്കുന്നതിന് ഹാച്ചറികൾ അടച്ചിടണമെന്നാണ് വിദഗ്ധ സമിതി റിപ്പോർട്ടിലുള്ളത്. ഹാച്ചറികളിൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് 2025 മാർച്ച് വരെ നിരോധിച്ചാൽ സവിശേഷ ഇനം താറാവുകളായ ചെമ്പല്ലി, ചാര എന്നിവ പൂർണ്ണമായും ഇല്ലാതാകും. ഈ ഇനം താറാവുകളുടെ മാംസം അതീവ രുചികരവും കൂടുതൽ ഔഷധ ഗുണമുള്ളതും മുട്ടകൾ സാധാരണ മുട്ടകളേക്കാൾ വലിപ്പമുള്ളതുമാണ്. ആയിരക്കണക്കിന് താറാവ് കർഷകരുണ്ടായിരുന്ന കുട്ടനാട് മേഖലയിൽ 10ാം തവണയും പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തതോടെ പലരും നഷ്ടം താങ്ങാനാകാതെ മേഖല വിട്ടു. മാർച്ച് വരെ ദീർഘകാല നിരോധനം കൂടി നടപ്പായാൽ ബാക്കിയുള്ള കർഷകർക്കും പിടിച്ചു നിൽക്കാനാകാത്ത സ്ഥിതി വരും. കുട്ടനാടിന്റെ പാരിസ്ഥിതിക രംഗത്ത് സവിശേഷ സ്ഥാനമുള്ള താറാവ് കൃഷി ഇല്ലാതാകുന്നതോടെ മറ്റു തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും പുതിയ രോഗങ്ങളുടെ സാധ്യതയും സംഭവിക്കുമോ എന്നും ആശങ്കയുണ്ട്. 2014 മുതൽ പക്ഷിപ്പനി ആലപ്പുഴയിൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തിട്ടും രോഗം സ്ഥിരീകരിക്കാൻ ആവശ്യമായ സംവിധാനം ജില്ലയിലോ കേരളത്തിലോ നടപ്പാകാതിരുന്നതും വലിയ തിരിച്ചടിയായി. നിരോധനവും പക്ഷികളെ കൊന്നൊടുക്കലും മാത്രമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് കർഷകരുടെ പരാതി. ഈ വർഷം ഏപ്രിലാണ് ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. തുടർന്ന് സംസ്ഥാനത്ത് രോഗവൈറസായ H5N1 37 പ്രഭവ കേന്ദ്രങ്ങൾ കണ്ടെത്തി. ആലപ്പുഴയിൽ 29, കോട്ടയത്ത് 5, പത്തനംതിട്ടയിൽ 3 എന്നിങ്ങനെയാണ് കണ്ടെത്തിയ പ്രഭവ കേന്ദ്രങ്ങൾ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.